My ambition is to pick up law as a profession or go in teaching. Okay, and what's your hobby? I told you my hobby. My hobby is reading. Okay, Ria. Okay, yes. And is your name Divjot? Divjot എന്നാണോ name? Yes, ma'am. Okay, video on ചെയ്യാമോ and please introduce yourself. Yeah. Okay. Ma'am, my name is Divjot Sudhit. I'm from Kozhikode, Mhm, and my hobby is to drawing, mhm. and my ambition is to become a scientist. Okay, actually ഒരു വെറൈറ്റി ആയിട്ടുള്ള നെയിം ആണല്ലോ. ഇതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ പർട്ടിക്കുലർ? അറിയോ? എനിക്കല്ല അമ്മയും അച്ഛനും ഓക്കെ, ഇപ്പൊ മീനിങ് അറിയില്ല. ഓക്കെ, ഞാൻ ഈ നെയിം ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. മീനിങ് ദിവ്യജ്യോതി എന്നാണ് തോന്നുന്നത്. ഡിവൈൻ ലൈറ്റ്. ഓക്കെ, ദിവ്യജ്യോതിയുടെ ഒരു ഷോർട്ട് ഫോം ആയിട്ടല്ലേ? ആ. ഓക്കെ മോനെ, യെസ്. ആരുഷ്? ആരുഷ് പറയാമോ? Yes, ma'am. ഓക്കെ. My name is Arush. I am from Thiruvananthapuram, the district of Kerala. Hobbies, modeling, clay modeling. Okay. That's And it. your ambition? Ambition is to become a pilot. Okay, yes. Diya? പറയാമോ? Diya? Diya? Please turn on your video. Arshida, please turn on your video. Divjot, turn on your video. Yes. Video on ചെയ്യണേ മക്കളെ. Please turn on your videos, okay? It's mandatory in our class. Okay, Arshida, ഒന്ന് introduce Yes, ചെയ്യാമോ? Yes. ma'am, my name is P. Arshita Ashok, and I'm from Nadavaram, Kozhikode district. I mean, and my ambition is to become in merchant navy, like, and my hobbies, ma'am, drawing or something like reading. Yeah. Okay, so Molly, is it possible to turn on your video? Video on ചെയ്യാമോ? ഇത് ആപ്പിലല്ല ശരിക്കും കാണുന്നത്, ഒരു ബ്രൗസറിലാണ് കാണുന്നത്. സോ നെറ്റിന്റെ ചെറിയ പ്രശ്നമാണ്. Okay, so നിങ്ങളുടെ വീഡിയോ ആക്ച്വലി ഓൺലി ദ ടീച്ചർ വിൽ സീ യുവർ വീഡിയോ. ഓക്കെ, വേറെ ആരും നിങ്ങളുടെ വീഡിയോ കാണില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ചമ്മല് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്തിരിക്കണ്ട. ഓക്കെ, യെസ്. ദിയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ദിയ, could you please ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ദിയ? ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലോട്ട് പോവാം. എല്ലാവരും റെഡി അല്ലേ? Are you all ready? Okay. Okay, dear. So, I'm welcoming all of you to 90 Plus Double Power Tuition, World's First Learning Assurance Model, and myself, Archana. എന്റെ പേര് അർച്ചന എന്നാണ്, and I'm from Kottayam. Okay. And I'm the one who's going to take this demo class for you. Okay. So, എല്ലാരെയും ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. Okay. So, നമ്മുടെ ഈ 90 പ്ലസിന്റെ സ്ട്രക്ചർ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം we can move to the class. Okay. ഫസ്റ്റ് നമ്മുടെ ക്ലാസ് എങ്ങനെ ആയിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതിനുശേഷം we can move with the class. Okay. Yeah. So in this double power tuition, we have combined two types of classes, okay, to make it more effective for you. So in that particular one, we have two types of classes. Okay. So the first one is the workout, like concept day classes, where we will learn each of the concepts very detail. Okay. So first one എന്ന് പറയുന്നത് ഏതാണ്? കൺസെപ്റ്റ് ക്ലാസ്സുകളാണ്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ കൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഈ കൺസെപ്റ്റ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യു ക്യാൻ ആസ്ക് ത്രൂ ദ ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റേസ് ഹാൻഡ് ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്താൽ ടീച്ചർ വിൽ ഗിവ് യു ദ പെർമിഷൻ ടു യൂസ് യുവർ മൈക്ക്. ഓക്കെ, അപ്പോൾ മൈക്കിൽ ത്രൂ വേണമെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം.
കൺസെപ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, സോ കൺസെപ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. whenever you are having any confusions or doubt, you can just ask immediately. Okay, then at the end of each of the concept day classes, we have an MCQ exam. ഒരു ചെറിയൊരു 10 മാർക്സിന്റെ ഒരു MCQ എക്സാം ഉണ്ട്, ജസ്റ്റ് ടു ചെക്ക് ഇഫ് ദാറ്റ് പർട്ടിക്കുലർ ഡേയ്സ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു ഓർ നോട്ട്. ഓക്കെ, ആൻഡ് വി ഹാവ് 3 concept day classes in total. നമുക്ക് 3 concept day classes ഉണ്ട്. Okay, and on the very next day of this concept day classes, we have the workout day classes. Concept day classന്റെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഏതുണ്ട്? വർക്കൗട്ട് ഡേ ക്ലാസ് ഉണ്ട്. ആക്ച്വലി ദിസ് വർക്കൗട്ട് ഡേ ക്ലാസ് ഈസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ദ പ്രാക്ടീസ് സെഷൻ. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം MCQs, PYQs, all of the questions will be discussed on this workout day classes. മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ കൺസെപ്റ്റ് പഠിക്കും, ദെൻ അതിന്റെ എൻഡിൽ MCQ എക്സാം എഴുതും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അന്നത്തെ കൺസെപ്റ്റ് ക്ലിയർ ആണോ അല്ലയോ എന്ന്. ഓക്കെ, ദെൻ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യും? തലേ ദിവസം പഠിച്ച കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. സോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു കാര്യത്തിൽ നല്ലൊരു ക്ലാരിറ്റി വരും, ആ ഒരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരും. ഓക്കെ, ആൻഡ് അങ്ങനെ വി ഹാവ് 3 concept classes, 3 workout day classes. In total you will get 6 classes for each of the chapter. ഒരു ചാപ്റ്ററിൽ 6 ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ 6th day, which means ലാസ്റ്റ് ഡേ ഓഫ് ദ ക്ലാസ്, നമുക്ക് എന്തുണ്ടാവും? കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ഒരു പരീക്ഷയും കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും ലാസ്റ്റ് ഡേയിൽ. കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ക്ലാസ് ഈസ് 1 hour 30 minutes. 1.5 മണിക്കൂറാണ് ക്ലാസിന്റെ ഡ്യൂറേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഓക്കെ, ആൻഡ് മോറോവർ ദിസ് വി ആർ പ്രൊവൈഡിങ് ദി എക്സാം സപ്പോർട്ട് ക്ലാസ്സസ് ആസ് വെൽ. ഓക്കെ, എക്സാം സപ്പോർട്ട് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ whenever you are having any exams in your school, you can just take the exam support class from the team. Okay, exam support ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സ്കൂളിൽ എന്തെങ്കിലും അപ്കമിങ് എക്സാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്ററിന്റെ 2 ചാപ്റ്ററിന്റെ ഒക്കെ എക്സാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എക്സാം സപ്പോർട്ട് ക്ലാസ്സിൽ ടീച്ചറുമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ടീച്ചറുമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, എക്സാം സപ്പോർട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ആൻഡ് അതേപോലെ ഈ നിങ്ങൾക്ക് വർക്കൗട്ട് മെറ്റീരിയൽസ്, അതേപോലെ എക്സാം സപ്പോർട്ട് മെറ്റീരിയൽസ്, പിന്നെ ക്ലാസ്സിന്റെ ക്യാപ്സൂൾ നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യും ആസ് PPT. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കീപ് ദ ലെക്ചർ നോട്ട്സ് ഡ്യൂറിംഗ് ദ ക്ലാസ് ടൈം. ഓക്കെ, ക്ലാസ്സിൽ ലെക്ചർ നോട്ട്സ് കീപ്പ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്യാപ്സ്യൂൾ നോട്ട്സ്, വർക്കൗട്ട് മെറ്റീരിയൽസും അതുമെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു? എല്ലാവർക്കും പറഞ്ഞൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? എന്തുണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് റൈസ് ഹാൻഡ് ഓപ്ഷൻ യൂസ് ചെയ്താൽ I'll give you the permission to use your mic. Okay, okay, ready അല്ലേ എല്ലാവരും? ഓക്കെ, ഓക്കെ, സോ അപ്പോ ആൻഡ് അതേപോലെ നമ്മൾ ഇന്ന് ആക്ച്വലി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ വിച്ച് ഈസ് ദി ആൾജിബ്രൈക് ഐഡന്റിറ്റീസ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ സ്കൂളിൽ എടുത്താണോ? നിങ്ങൾക്ക് ഫിനിഷ് ആയതാണോ? ആൾജിബ്രൈക് ഐഡന്റിറ്റീസ് ആർക്കെങ്കിലും ഫിനിഷ് ആയതാണോ? പ്രണവ്, പ്ലീസ് ടേൺ ഓൺ ദ വീഡിയോ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പക്ഷേ വൺസ് യു ഹാവ് ജോയിൻ ഫോർ ദി ക്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ഓപ്റ്റ് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഡെമോ സെഷനിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ആയിരിക്കും എടുക്കുക. ബട്ട് ഫോർ ദ റെഗുലർ സെഷൻ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വേണോ അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഡിയർ, സോ ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ആൻഡ് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, ഞാൻ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു ഹാവ് ടു ഗിവ് മീ ദ റെസ്പോൺസ് ത്രൂ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ആൻഡ് ഇൻഡിവിജ്വലി കോൾ ചെയ്യുമ്പോൾ മൈക്ക് ഓൺ ചെയ്ത് ആൻസേഴ്സ് പറയാം. ഓക്കെ, യാ, വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് മൂവ് ഇൻടു ദ ക്ലാസ്. ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെടാ, സോ സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, യാ. ആതിര ആൻഡ് പ്രണവ്, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോസ്. മക്കളെ വീഡിയോ ഓൺ ചെയ്ത് വെക്കണേ, അത് ക്ലാസ്സിൽ മാൻഡേറ്ററി ആണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പൊ വീഡിയോ ഓൺ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, പ്രണവ്, മോന്റെ ഡിസ്ട്രിക്ട് ഏതാ? വിച്ച് ഇസ് യുവർ ഡിസ്ട്രിക്ട്? മൈക്ക് ഓൺ ചെയ്തേ മോനെ പ്രണവ്. പാലക്കാട്. ഏതാ? പാലക്കാട്. ഓക്കെ, പാലക്കാട് എവിടെ? പാലക്കാട് പിരായിരി. എവിടെയാണ്? പാലക്കാട് പിരായിരി. ഓക്കെ, ഓക്കെ. മോന്റെ ഹോബീസ് എന്തൊക്കെയാണ്? എന്റെ ഹോബീസ് പറഞ്ഞാൽ
reading, വാട്ട്സ് യുവർ അംബിഷൻ? അംബിഷൻ എന്താണ്? to become a pilot. പൈലറ്റ്. ഓക്കെ. ആതിര വീഡിയോ ഓൺ ചെയ്യണേ. ആതിര. ഓക്കെ. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെടാ. സോ എല്ലാരും നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിരുന്നോ? എല്ലാരും നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയോ? ഓക്കെ. സോ the chapter is exploring algebraic identities. Okay. So is this chapter taken for anyone? ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടോ സ്കൂളില്? ഇല്ല, ആർക്കും എടുത്തിട്ടില്ല. ഓക്കെ. യെസ്. ഓക്കെ. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ മക്കളെ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഇസ് ദാറ്റ് വിസിബിൾ നൗ? മാം നമുക്കിപ്പോ കറന്റ്ലി എടുക്കുന്നത് ദ വേൾഡ് ഓഫ് നമ്പേഴ്സ് ആണ്. ഓക്കെ. സോ മോളെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഡെമോ ക്ലാസ്സിൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ബട്ട് റെഗുലർ ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂളിൽ എടുക്കുന്ന അതേ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ചാപ്റ്റേഴ്സും റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഡെമോ ക്ലാസ്സിൽ നമ്മളൊരു പർട്ടിക്കുലർ ചാപ്റ്റർ ആയിരിക്കും കാണിച്ചു തരിക. ഓക്കെ. ക്ലിയർ? ഓക്കെ. യെസ്. ഓക്കെടാ. ഹിബ, ടേൺ ഓൺ ദ വീഡിയോ. അഹമ്മദ്, ടേൺ ഓൺ ദ വീഡിയോ. എല്ലാരും വീഡിയോ ഓൺ ചെയ്യണേ. ഓക്കെ. സോ എല്ലാരും നോട്ട്ബുക്കിൽ എഴുതിയോ? ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതിയോ? ഗീവ് ദ ഹെഡിങ് ആസ് എക്സ്പ്ലോറിംഗ് ആൾജിബ്രൈക് ഐഡന്റിറ്റീസ്. ഓക്കെ. സോ ലൈക്ക് നമ്മുടെ പണ്ടത്തെ ഒരു മോഹൻലാലിന്റെ ഒരു മൂവി കണ്ടിട്ടുണ്ടോ? ലൈക്ക് മോഹൻലാലിന്റെ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാരും? കണ്ടിട്ടുണ്ടോ പഴയ മൂവീസ് ഒക്കെ? അതില് എനിക്ക് തോന്നുന്നു ദ മൂവി നെയിം ഈസ് സ്ഫടികം. കണ്ടിട്ടുണ്ടോ? ചാക്കോ മാഷ് എന്നൊക്കെ പറഞ്ഞ തിലകനൊക്കെ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടോ? ആരാ കണ്ടിട്ടുള്ളത്? ആരാ കണ്ടത്? ആരൊക്കെ കണ്ടു? കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ല. ഓക്കെ. അതായത് മറ്റേ ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്നൊക്കെ പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? തിലകൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടായിരുന്നു നമുക്ക്. കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. ഓക്കെ. അത് ഞാൻ ഇവിടെ പറയാൻ ഒരു റീസൺ ഉണ്ട്. കാരണം ഈ ചാപ്റ്ററുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. ഓക്കെ. അതില് ഒരു കുട്ടിയോട് ആക്ച്വലി ലൈക്ക് എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ഒരു ചൈൽഡ്ഹുഡ് കാണിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് A² + B² എത്രയാന്ന് ചോദിക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? ആ ഒരു മൂവിയിൽ ഒരു സീൻ ഉണ്ട്. A² + B² എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു സീൻ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഓക്കെ. സോ അതിന്റെ ആൻസർ ആ സമയത്ത് മോഹൻലാലിന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോ അത് പഠിക്കും. ഓക്കെ. A² + B² എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാവരും ഹെഡിങ് എടുത്തോ? ഹെഡിങ് എടുത്തില്ലേ? ഓക്കേടാ. യെസ്. സോ ഡേ 1 കൺസെപ്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാസ്സുകൾ എങ്ങനെയാണെന്നും വർക്കൗട്ട് ക്ലാസ് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് നമ്മൾക്ക് കൺസെപ്റ്റ് പഠിക്കാം. Algebraic expression, a mathematical phrase involving variables, constants and operators. Okay. അപ്പോ എന്താണ് algebraic expression എന്നതിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു ഷോർട്ട് ഡെഫിനിഷൻ പോലെ കൊടുത്തിരിക്കുന്നതാണ്. It is a mathematical phrase involving variables. Variables എന്താണ്? Variables എന്താണ് ആരുഷ്? എന്താ മോനെ variables എന്ന് പറഞ്ഞാൽ ആരുഷ്? What's a variable? X, Y. XY which means എന്ത് പറയാൻ പറ്റും? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആൽഫബറ്റ്സ് ആണ് അല്ലെ? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാ യൂസ് ചെയ്യുന്നത്? ആൽഫബറ്റ്സ് ഫ്രം A to Z. നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാടാ. ഓക്കെ. ആൻഡ് വേരിയബിൾസ് ആർ ദ വാല്യൂസ് വിച്ച് വിൽ വേരി. വേരി ചെയ്യുന്ന വാല്യൂസ് ആണ് വേരിയബിൾസ്. അതായത് നിങ്ങൾ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ലേ സ്കൂളില്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ ഒരു ക്വസ്റ്റ്യനില് ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 2, ഫോർ അതർ ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് എക്സ് ക്യാൻ ബി 5 അല്ലെ? അടുത്ത ക്വസ്റ്റ്യനില് ഇറ്റ് മൈറ്റ് ബി 10 അല്ലെ? ഓരോ ഇതിലും എന്ത് പറ്റും? വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? എക്സിന്റെയും വൈയുടെയും ഒക്കെ ഫിക്സ്ഡ് വാല്യൂ ആണോ? എല്ലാ ക്വസ്റ്റ്യനിലും ഫിക്സ്ഡ് വാല്യൂ ആണോ? അല്ല, ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഓക്കെ. സോ വിച്ച് മീൻസ് ഈ വാല്യൂസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. Variables are the value which can vary according to the questions, okay, or the situations, okay, yeah. So variables are the alphabets. So alphabets നമ്മൾ സാധാരണ x ഉം y ഒക്കെയാണ് ചൂസ് ചെയ്യുക, A യും B യും ഒക്കെ, but you can choose any alphabets, okay, from A to Z. ഏത് ആൽഫബറ്റിനെ വേണമെങ്കിലും we can consider as a variable, okay.
Then we have the second thing, which is constants. Okay, so now I want to know what is a constant. Ayn, what's a constant? എന്താണ് ഒരു constant? Ayn, പറയാമോ? Mic on ചെയ്തോളൂ. Ayn, what is a constant? A constant is the numerical value. Very good. Okay. So constant എന്ന് പറയുന്നത് എന്താണ്? These are the numbers or numerical values which has a fixed value. അല്ലെ? Constants. Constantsന്റെ അർത്ഥം തന്നെ എന്താണ്? ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ബട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ചേഞ്ചിങ് വാല്യൂ. ബട്ട് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ ഫിക്സ്ഡ് വാല്യൂസ് വിച്ച് മീൻസ് ദീസ് ആർ ദ നമ്പേഴ്സ് ഇൻ ആൻ ഇക്വേഷൻ. ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ദ ഓപ്പറേറ്റേഴ്സ്. ദെൻ ദ തേർഡ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ്. തേർഡ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ ഗിവ് ജോൾ, വാട്ട് ഈസ് ഓപ്പറേറ്റർ? എന്താണ് ഓപ്പറേറ്റർ? Operators are the combinations or the together form of variable and constants. ആക്ച്വലി നോട്ട്. ഓക്കെ, സോ ഇവിടെ ആരെങ്കിലും ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സിൽ? ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഡോക്ടർ ആവാനാണ് ഇഷ്ടം എന്ന്? പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഈ ലൈക് ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻസ് ചെയ്യും അല്ലെ? ഇല്ലേ? ഇതേപോലെ സത്യം പറഞ്ഞാൽ നമ്മൾ മാത്സിലും എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ ഡൂയിങ് ഓപ്പറേഷൻസ്. ഓക്കെ, മാത്സിൽ എത്ര ഓപ്പറേഷൻസ് ഉണ്ട് ദിയ? എത്ര ഓപ്പറേഷൻസ് ഉണ്ട് മാത്സിൽ? എത്ര ഓപ്പറേഷൻസ് ഉണ്ട്? മൈക്ക് ഓൺ ചെയ്തോളൂ. പ്രണവ്, ആതിര, ഹിബ, അർഷിത, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോസ് ഡിയേഴ്സ്. വീഡിയോ ഓൺ ചെയ്യണേ. ഓക്കെ, ദിയ എന്നിട്ട് പറഞ്ഞേടാ എത്ര ഓപ്പറേഷൻസ് ഉണ്ട്? യെസ്, ഐൻ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ, ബാക്കിയുള്ള എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസർ പറയാം കേട്ടോ. ഞാൻ ഒരാളോട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളൊരു ചാറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ദിയ മൈക്ക് ഓൺ ചെയ്യണേ. ഓക്കെ, ഹിബ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ആൻസർ പറയണേ. ഓക്കെ, സോ പ്രണവ് മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയാമോ എത്ര ഓപ്പറേഷൻസ് ഉണ്ട് നമുക്ക് മാത്തമാറ്റിക്സിൽ? എത്ര ഓപ്പറേഷൻസ് ഉണ്ട് ബേസിക് ആയിട്ട്? മൾട്ടിപ്ലിക്കേഷൻ, ആ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ എത്ര എണ്ണം ഉണ്ട് മൊത്തം? 4. യെസ്, വെരി ഗുഡ്. 4 ഓപ്പറേഷൻസ് ഉണ്ട് അല്ലെ? സോ നമ്മള് മാത്സിൽ എന്തുണ്ട്? ലൈക് ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻസ് നടക്കുന്ന പോലെ തന്നെ വി ഹാവ് ഓപ്പറേഷൻസ് ഇൻ മാത്സ് ഓൾസോ അല്ലെ? സോ മാത്സിൽ എത്ര ഓപ്പറേഷൻസ് ഉണ്ടടാ? വി ഹാവ് 4 ഓപ്പറേഷൻസ് വിച്ച് ആർ ദേ അഡീഷൻ, subtraction, multiplication, division. Okay, so we have 4 operations in mathematics. Okay, so നമ്മള് ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഈ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത് കത്രികകളും കത്തിയൊക്കെ ആയിരിക്കും അല്ലെ? പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? കുറച്ച് സിമ്പിൾസ് ആണ്. ഓക്കെ, സോ അഡീഷന്റെ സിമ്പിൾ, സബ്ട്രാക്ഷന്റെ സിമ്പിൾ, ഡിവിഷന്റെ സിമ്പിൾ, മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ. ഓക്കെ, സോ ഇതേപോലെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ എന്താണ് ഓപ്പറേറ്റേഴ്സ്? മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണ്? ദീസ് ആർ ദ സിമ്പിൾസ് വിച്ച് വി ആർ യൂസിങ് ടു ഡു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ വേരിയബിൾസ് ആർ ദി ആൽഫബറ്റ്, കോൺസ്റ്റന്റ്സ് ആർ ദ നമ്പേഴ്സ് and operators are the symbols used for doing mathematical operations. Okay, so അത്രയും ഐഡിയാസ് ക്ലിയർ ആണോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മക്കളെ എന്തെങ്കിലും മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും അതൊന്ന് നോട്ട് ഡൗൺ ചെയ്തേടാ. എഴുതിക്കേ ഓൾ ഓഫ് യു. ആ ഒരു 3 പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതി വേരിയബിൾസ് എന്താണ്, കോൺസ്റ്റന്റ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്താണ്. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഡൗൺ ഓൾ ദ 3 പോയിന്റ്സ്. എഴുതിയെടുക്കണേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. ഷനിഖ, വരദ, ആരുഷ്, ദിയ, ആതിര. ഓക്കെ,
ഓക്കെ ഹിബ, ഓക്കേടാ. എല്ലാവരും എഴുതിയെടുത്തോ? എഴുതിയോ? ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണേ. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് ഷെയർ യുവർ വീഡിയോ. ഓക്കെ ഓക്കെ. ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് കണ്ടോ? നമ്മുടെ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3x സ്ക്വയർ 3x സ്ക്വയർ പ്ലസ് 5y മൈനസ് 2. കണ്ടോ? അപ്പോ ഇതിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ പറയാ. വിച്ച് ആർ ദ ഓക്കെ ദിയ, ഓക്കെ ഓക്കേടാ, കുഴപ്പമില്ല, ചാറ്റ് ബോക്സിൽ പറയാട്ടോ. അപ്പൊ പറഞ്ഞേ, വിച്ച് ആർ ദി വേരിയബിൾസ് ഇൻ ദിസ് എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷനിലെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ എല്ലാവരും. വിച്ച് ആർ ദി വേരിയബിൾസ് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് വേരിയബിൾസ് എന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ ഓൾ ഓഫ് യു. ഏതൊക്കെയാണ് വേരിയബിൾസ്? യെസ്, ദിവ്ജോത് റൈറ്റ് ആൻസർ. അർഷിത റൈറ്റ് ആൻസർ. അർഷിത മോളെ മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞേ, വിച്ച് ആർ ദി വേരിയബിൾസ്? Ma'am, X and Y. X and Y are the variables. Very good. Okay. Then which are the constants here? ഇവിടുത്തെ കോൺസ്റ്റന്റ്സ് ആരൊക്കെയാണ്? എല്ലാവരും പറഞ്ഞേ ചാറ്റ് ബോക്സിൽ. All of you. Which are the constant values in that expression? ഞാൻ എഴുതിയ എക്സ്പ്രഷനിലെ കോൺസ്റ്റന്റ് വാല്യൂസ് ആരൊക്കെയാണ്? Who are the constant values? Very good, ഹിബ. Right answer. Yes. ഹിബ ഒന്ന് പറയാമോ ഏതൊക്കെയാണ് ആൻസർ? ഹിബ 3, 5, 2. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുതരാമേ. ദാറ്റ് ഈസ് കോ എഫിഷ്യന്റ്. മാത്സിൽ നമുക്ക് കോ എഫിഷ്യന്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഓക്കെ, ഇത് ആരാന്നറിയോ? ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദ വേരിയബിൾ. വേരിയബിളിന്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ആണ് കോഎഫിഷ്യന്റ്. ഓക്കെ, സോ വാട്ട് ഈസ് എ കോഎഫിഷ്യന്റ്? കോഎഫിഷ്യന്റ് ഈസ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദ വേരിയബിൾ. ഓക്കെ, വേരിയബിളിന്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെടാ, നമ്മുടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വെരി ഗുഡ് പ്രണവ്. Divjot right answer. Very good. Ayn right answer. Very good. Very good. Very good. Okay. So Mone, Divjot, which is the variable or which is the coefficient of x? X ന്റെ coefficient ഏതാണ്? 3. 3. Very good. X ന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ അതാണ് അതിന്റെ coefficient 3. Okay. Very good. Okay. If then, which is the coefficient of y? എല്ലാവരും chat boxൽ പറഞ്ഞേ. Which is the coefficient of y? എല്ലാവരും പറഞ്ഞേടാ. Yes. Pranav, mic on ചെയ്ത് പറഞ്ഞോളൂ. Which is the coefficient of y? 5. 5. Very good. Okay. So 5 ആണ് y യുടെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ അല്ലേ? Therefore 5 is the coefficient of y. Okay. Yeah. നമ്മൾ കോഎഫിഷ്യന്റ് എന്താന്ന് പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ടേംസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് കിടക്കുന്നിടമില്ലേ? ഓപ്പറേറ്റേഴ്സ് അതായത് പ്ലസും മൈനസും കിടക്കുന്നിടം. പ്ലസും മൈനസും കിടക്കുന്നിടത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചു. കണ്ടോ? നമ്മൾ ഈ ഇക്വേഷനെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോ എനിക്കിതിനെ 3 പാർട്ടായിട്ട് കിട്ടി അല്ലെ? 3 പാർട്ടായിട്ട് കിട്ടി. സോ ഓൾ ഓഫ് ദ 3 പാർട്സ് ആർ ടേംസ് ഇൻ ദിസ് എക്സ്പ്രഷൻ. അപ്പോ ഏതൊക്കെയാണ് ഇവിടുത്തെ ടേംസ് വരുന്നത്? 3x സ്ക്വയർ ഒരു ടേം ആണ്, 5y ഒരു ടേം ആണ്, ആൻഡ് -2. ഇത്രയുമാണ് ഇതിലെ ടേംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 3x സ്ക്വയർ ഈസ് എ ടേം, 5y ഈസ് എ ടേം, -2 ഈസ് ഓൾസോ ടേം. ക്ലിയർ അല്ലേ? ഓക്കെ, ടേംസ്. അപ്പൊ 5 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അബൌട്ട് ആൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. എന്തൊക്കെയാണ്? വാട്ട്സ് എ വേരിയബിൾ, വാട്ട്സ് എ കോൺസ്റ്റന്റ്, വാട്ട്സ് എൻ ഓപ്പറേറ്റർ, വാട്ട് ഈസ് എ ടേം, വാട്ട്സ് എ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു? എല്ലാവർക്കും ക്ലിയർ ആണോടാ? ആണോ? ഓക്കെ, ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ എന്ന് ഇട്ടേ. ഓക്കെ എന്നോ യെസ് എന്നോ ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ പ്രണവ്, ഓക്കെ അർഷിത, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ ഹിബ, ഓക്കെ ആയി, ഓക്കെ ആതിര, ഓക്കെ ഓക്കെ ഓക്കെടാ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ദിവ്ജു, ഓക്കെ യെസ്. ഓക്കെ, നൗ നമുക്ക് ഐഡന്റിറ്റീസ് എന്താന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഐഡന്റിറ്റീസ്. An identity holds true for every value. These are special mathematical rules, not only make it easier to simplify complicated calculation, but also helps us work efficiently with algebraic expression. Okay, അതായത് നമ്മൾ ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന കേസിൽ
നമ്മൾ യൂസ് ചെയ്യുന്ന ചില മാത്തമാറ്റിക്സിലെ സ്പെഷ്യൽ റൂൾസ്. ഓക്കെ, ദീസ് ആർ സ്പെഷ്യൽ മാത്തമാറ്റിക്കൽ റൂൾസ്. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ സ്പെഷ്യൽ മാത്തമാറ്റിക്കൽ റൂൾസ് ദാറ്റ് വി ആർ യൂസിങ് ടു മേക്ക് ദ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് സിംപ്ലർ. ഓക്കെ, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പ്രഷൻസിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏത്? ഈ ഒരു മാത്തമാറ്റിക്കൽ റൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആരുഷ്, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സോ വാട്ട് ആർ ഐഡന്റിറ്റീസ്? ഐഡന്റിറ്റീസ് എന്താണ്? ദീസ് ആർ ദ സ്പെഷ്യൽ മാത്തമാറ്റിക്കൽ റൂൾസ് which we are using to simplify complicated. Okay, so these are the mathematical expression to simplify complicated calculations. മതി. Okay, ഈ മാത്രം ഒന്ന് എഴുതിയെടുക്കോ. What are identities? Identities are these are the special mathematical rules to simplify complicated calculations. ഇത്രയും മതി ഐഡന്റിറ്റീസിന്റെ ഡെഫിനേഷൻ. ഓക്കെ, എന്താണ് ഐഡന്റിറ്റീസ്? These are the special mathematical rules to simplify complicated calculations. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്സിലെ സ്പെഷ്യൽ റൂൾസ്. ദീസ് ആർ ഐഡന്റിറ്റീസ്. ഓക്കെ, ഇനി മറ്റേ മൂവി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പടികം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് മോഹൻലാലിന്റെ. ഇതിലെ ഐഡന്റിറ്റി ചോദിക്കുന്നുണ്ട്. തിലകൻ എന്ന് പറയുന്ന ആക്ടർ അതിനകത്ത് മോഹൻലാലിന്റെ ഫാദർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലൈക്ക് ആൻഡ് ഹീസ് എ മാത്തമാറ്റിക് ടീച്ചർ. സോ ഈ ഒരു മാത്സ് ടീച്ചർ ആയിരിക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ട് ചോദിക്കും വാട്ട് ഈസ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അപ്പോ he failed to answer. ഓക്കെ, എഴുതിയോ? ഇത്ര എഴുതിയോ? ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിൽ മിടുക്കരായിട്ടിരുന്നേടാ. എന്തിനാ എന്നെ കൊണ്ട് പേര് പിന്നെ റിപ്പീറ്റ് വിളിപ്പിക്കുന്നേ? ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ഓക്കെ, യെസ്. നീ എവിടെ പോകുന്നതാ പ്രണവ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്ത്? ഓക്കെ, ഓഫ് ചെയ്യില്ല കേട്ടോ. ഓക്കെ ഓക്കെ. സോ വിഷ്വലൈസിങ് ഐഡന്റിറ്റീസ്. ഇതില് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഫുള്ളൊന്നും നോട്ട് ചെയ്യോ പഠിക്കുകയോ ഒന്നും വേണ്ട. ഓക്കെ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി. ഓക്കെ, visualizing identities. Consider two line segments of length A and B respectively and make a longer segment A plus B units. Observe that the area of the outer square is A plus B the whole square. The area of the larger square inside the outer square is A square, while the area of the smaller square is B square. The areas of the two rectangles are AB each. Together, they make the bigger square. Hence, we can conclude that A plus B the whole square equals A square plus 2AB plus B square. Okay. അപ്പോ ഇവിടെ നിങ്ങൾ എന്ത് മാത്രം എഴുതിയെടുത്താൽ മതി? നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഐഡന്റിറ്റി ദാറ്റ് ഈസ് A plus B the whole square. അതൊന്ന് എഴുതിയെടുക്കണേ കേട്ടോ. ഫസ്റ്റ് ഐഡന്റിറ്റി ഏതാടാ? A plus B the whole square equals, ഞാൻ ഇത് കുറച്ചുകൂടെ ഒന്നൊരു എളുപ്പമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരട്ടെ. ഇത് ഇങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ എനിക്കുണ്ടല്ലോ ഇത് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്ന ഏത് രീതിയാണെന്നറിയോ? ഇത് എഴുതുമ്പോൾ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ്, ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? A പ്ലസ് B the whole square എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? A സ്ക്വയർ കണ്ടുപിടിക്കുക, B സ്ക്വയർ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, എന്നിട്ട് 2 into AB ചെയ്യാം. ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇത് എളുപ്പമായിട്ട് മാറുന്നുണ്ട്. അർഷിത പറഞ്ഞ മോളെ. മാം അത് നമുക്കിത് എടുത്തതാണ്. സോ ലൈക് 7th വി വർ ലൈക് ഇത് തന്നെ ആയിരിക്കും പഠിക്കുന്നത്, A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. സോ അത് മാറ്റുന്നത് കുഴപ്പമില്ല. പാടാനാണോ ഉദ്ദേശേ? എന്താ മാം? അതായത് ഐഡന്റിറ്റി മാറ്റിയാൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണോ ഉദ്ദേശിച്ചത്? യെസ് മാം. ഓക്കെ ഓക്കെ, ഇല്ലടാ, ഞാൻ പറഞ്ഞത് മാറ്റാൻ വേണ്ടിയിട്ടല്ല. അതായത് ഇപ്പം മറ്റേ രീതിയിൽ ചെയ്താലും അത് സെയിം ആൻസർ ആയിരിക്കും, ഈ രീതിയിൽ ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മളുണ്ടല്ലോ ഈ മൈനസ് വരുന്നത് എവിടെയെന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും ഇതിന്റെ അടുത്ത ഐഡന്റിറ്റി പഠിക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോ അതില് നമുക്ക് അതിന്റെ ഇടയ്ക്കാണോ വരുന്നേ ലാസ്റ്റ് ആണോ വരുന്നേ എന്ന് ആദ്യമേ പഠിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. കറക്റ്റ് ആയിട്ടുള്ളവർക്ക് ഓക്കെ, ഒരു കുഴപ്പമില്ല, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല.
പക്ഷെ അല്ലാത്തവർക്ക് ഇതിൽ എവിടാണ് ഈ ഒരു കാര്യം വരുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ മെത്തേഡ് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും മാത്സ് പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ വേസ് ഉണ്ട്, ഓൾവേസ് ചൂസ് യുവർ ഈസിയർ വേ. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ Okay, ma'am. ഓക്കെ ഓക്കെ. സോ ഇപ്പോ നമ്മുടെ അർഷിത ചോദിച്ചതിന്റെ ഒരു ആൻസർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് ഐഡന്റിറ്റി ഇപ്പൊ ഞാൻ ആക്ച്വലി പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇവിടെ, പക്ഷെ ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാകും. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ അപ്പൊ ഇവിടെ നോക്കിക്കോളാം. ഞാൻ ഇപ്പൊ പറഞ്ഞതില്ലേ, ഇപ്പോ ഇതാണ് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ചെറുതിലെ തൊട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ മെത്തേഡിൽ തന്നെയാണ്. ആൻഡ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ, ചേഞ്ച് ചെയ്യണ്ട, ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അതിനെ വേറെ രീതിയിൽ പഠിപ്പിച്ചു. ഓക്കെ യെസ് ഓക്കേടാ. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ ഉണ്ടല്ലോ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ എനിക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോഴേ നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് പഠിക്കാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അതില് a+b ചെയ്യാൻ നേരത്ത് നമ്മൾ എയുടെ സ്ക്വയർ എടുക്കുന്നു, പിയുടെ സ്ക്വയർ എടുക്കുന്നു, എന്ത് ചെയ്യുന്ന അറിയോ, 2 into ഈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഐഡന്റിറ്റി. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഐഡന്റിറ്റി എന്താണെന്നറിയോ, a-b² ദാറ്റ് ഈസ് എ സെക്കൻഡ് ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നു, a² + b² എന്നിട്ട് -2ab വരും. അപ്പൊ ആ 2ab അവിടെയാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ആൻഡ് ഐ വിൽ ടെൽ യു വൈ, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മളിപ്പം നിങ്ങൾ സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, സ്ക്വയേഴ്സിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂസിന്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവ് അല്ലേ വരുന്നത്. അതായത് 2² എന്ന് പറയുന്നത് എന്താടാ, 4 ആണ്. -2² എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ, 4 തന്നെയാണ് അല്ലെ. സ്ക്വയർ അപ്പൊ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ ഒരു വാല്യൂവിന്റെ സ്ക്വയർ എടുത്താൽ ഈവൻ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സ്ക്വയർ എടുത്താൽ എന്തായിരിക്കും, പോസിറ്റീവ് കിട്ടുന്നു അല്ലെ. നിങ്ങൾ എപ്പോഴെങ്കിലും സ്ക്വയർ വാല്യൂ നെഗറ്റീവ് വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളിപ്പോ -6ന്റെ സ്ക്വയർ എടുത്താലും എന്താണ്, ദാറ്റ് ഈസ് +36 അല്ലെ. സോ നമ്മൾ സ്ക്വയർ കണ്ടുപിടിച്ചാലും സ്ക്വയേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ്. ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് കീപ്പ് ചെയ്യേണ്ടത്, സ്ക്വയേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോട്ടോ. സ്ക്വയേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ്. സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ എഴുതിയ ഐഡന്റിറ്റിയിൽ അതുകൊണ്ടാണ് ഇതുണ്ടോ, a² b² അവർ രണ്ടും സ്ക്വയേഴ്സ് അല്ലേ, അതുകൊണ്ട് അവർ രണ്ടുപേരും പോസിറ്റീവാ. കണ്ടോ, a² b² അവർ രണ്ടുപേരും പോസിറ്റീവാ. സോ ഒരിക്കലും നെഗറ്റീവ് സിമ്പിൾ അവരുടെ ഫ്രണ്ടിൽ വരില്ല, സ്ക്വയറിന്റെ ഫ്രണ്ടിൽ വരില്ല. അങ്ങനെ ഈ ഐഡന്റിറ്റിയിൽ പഠിച്ചു വെക്കണം. ഓക്കെ, സോ നെഗറ്റീവ് സിമ്പിൾസ് എന്ത് വരില്ല, സ്ക്വയറിന്റെ ഫ്രണ്ടിൽ വരില്ല. ബിക്കോസ് എന്താണ്, സ്ക്വയേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ്. മനസ്സിലായോ? അപ്പൊ നെഗറ്റീവ് സിമ്പിൾ വരുന്ന എവിടെയാ, 2ab അവിടെ ആയിരിക്കും. 2ab ആണ് പ്ലസും മൈനസും ആയി മാറുന്നത്. ക്ലിയർ അല്ലേ? അർഷിത മോളെ മനസ്സിലായടാ? Yes, ma'am. ഓക്കെ, സോ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എഴുതിയത് കേട്ടോ. അതാകുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ, ലാസ്റ്റത്തെ പാർട്ട് മാത്രമേ നെഗറ്റീവും പോസിറ്റീവും വരുള്ളൂ. ഓക്കെ Oh, okay, ma'am. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആയോ? സ്ക്വയേഴ്സ് എപ്പോഴും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് a² b² എടുക്കുന്നിടത്ത് ഒരിക്കലും നെഗറ്റീവ് വരില്ല എന്ന് ഓർത്തോളാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ രീതിയിലാണ് എഴുതാൻ ഇഷ്ടമെങ്കിൽ a² + 2ab + b² അങ്ങനെ വേണമെങ്കിലും എഴുതിക്കോളൂ. അപ്പൊ ഓർത്തോളാം, സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതിന്റെ ഫ്രണ്ടിൽ ഒരിക്കലും നെഗറ്റീവ് എഴുതരുത്. ഓക്കെ, അപ്പൊ അത് മറ്റേ രീതിയിൽ എഴുതുകയാണെങ്കിൽ a² - 2ab + b² ഇങ്ങനെയും വരും. പക്ഷെ പഠിക്കാൻ ചൂടൊരു നീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന മെത്തേഡ് മറ്റേതാണ്. പക്ഷെ മാത്തമാറ്റീഷ്യൻസ് ഒക്കെ പറഞ്ഞ ലോ വെച്ചിട്ട് അവര് കൊടുത്തൊരു ഓർഡർ ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ പക്ഷെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും തെറ്റില്ലടാ, കാരണം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ആരും ഇങ്ങോട്ട് ഡൗട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു അല്ലേ? അല്ലേ? ഓക്കെ, യെസ് ഓക്കേടാ. അപ്പൊ അത് എല്ലാവരും എഴുതിയെടുത്തല്ലോ, ഫസ്റ്റ് 2 ഐഡന്റിറ്റീസ്. ഓക്കെ, ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഈ തിലകൻ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, a+b² എന്താന്നാ ചോദിച്ചത്. ഓക്കെ, ആ ഒരു സിനിമയിൽ ഞാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ കട്ടായിട്ടാണെങ്കിലും യൂട്യൂബിൽ ഉണ്ടാവും. An algebraic identity is an equation that is true for all the values of the variables occurring in it, while an equation need not to be true for all values. Okay, അപ്പൊ അതായത് എന്താണ്, algebraic identity എന്ന് പറയുന്നത് എല്ലാ വാല്യൂസിനും ട്രൂ ആയിരിക്കും. ഓക്കെ, ഏതൊരു വാല്യൂസ് കൊടുത്താലും ട്രൂ ആയിരിക്കും algebraic identity. പക്ഷെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, algebraic equation എന്ന് പറയുന്നത് എന്തായിരിക്കും,
need not to be true. Algebraic equation എപ്പോഴും ട്രൂ ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ ചാപ്റ്ററിൽ ആവശ്യമുള്ള ആളെ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. Algebraic identity is an equation that is true for all values. ഓക്കെ, അപ്പൊ അത് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേടാം. Algebraic identity ഏത് വാല്യൂ കൊടുത്താലും ട്രൂ ആയിരിക്കും. എക്കും ബിക്കും ഏത് വാല്യൂ കൊടുത്താലും LHSും RHSും സെയിം ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇല്ലേ? എന്ത് പറ്റി ഒരു വിഷമം പോലെ? ചായ കുടിച്ചില്ലേ വൈകിട്ട്? ഇല്ലേ? ക്ലിയർ അല്ലേടാ? Ma'am, കുഴപ്പമൊന്നുമില്ല. No problem. I'm fine. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. Then let us try to expand 5x plus 2y the whole square. Okay, so ഇത് expand ചെയ്യാൻ 5x plus 2y the whole square. 5x plus 2y the whole square. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിയടാ. ഏതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഐഡന്റിറ്റി അല്ലെ? ഏതാണ്? ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് a plus b the whole square. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇറ്റ്സ് a square plus b square plus 2ab. ഓർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം a square plus 2ab plus b square. നിങ്ങൾ ഏതാണോ പഠിച്ചു വെച്ചത്, നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്തോളൂ. ഓക്കെ, ആൻഡ് എന്നിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ടേക്ക് ദ ഫസ്റ്റ് വൺ. 5x-നെ എന്തായിട്ട് എടുക്കുക? a ആയിട്ട് എടുക്കുക. ഇതിനെ വി ഹാവ് ടു കൺസിഡർ ആസ് ദ b. ഓക്കെ, b വാല്യൂ. എന്നിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തേ എല്ലാവരും. എന്നിട്ടൊന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ പറയണേ. ഓൾ ഓഫ് യു ചാറ്റ് ബോക്സിൽ ആൻസർ പറയാട്ടോ. ഓക്കെ, കിട്ടിയോ? എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ എന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആൻസർ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ഡൺ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ദിവ്ജോത്, വെരി ഗുഡ്. പ്രണവ്, വെരി ഗുഡ്. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഓക്കെ, കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ, ആതിര ആൻസർ കിട്ടിയോ? ആതിര, ഹാവ് യു ഗോട്ട് ദി ആൻസർ? ഓക്കെ, ഹിബ. Yes, ma'am. ഓക്കെ, സോ മോളെ ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെ വരുവടാ ഒന്ന് പറയോ? ഇപ്പോ a സ്ക്വയർ പ്ലസ് മോളെ ഏതാ യൂസ് ചെയ്തേ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ഇതാണോ? First one. ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഓക്കെ, അപ്പൊ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാമോ? എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതല്ല, ഞാൻ a plus b whole square is equal to a square plus 2ab plus b square ആണ് എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ, ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യണം. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, പറഞ്ഞോളൂ. 5x square 5x the whole square plus 2 into 5x plus 2y. 2 into 5x into 2y. Into 2y plus y square. 2y the whole square. അല്ലേ? ഓക്കെ, അപ്പൊ 5x the whole square എത്ര വരും? What's the value of 5x the whole square? 25x. 25x square.
square 25x square. Okay, yeah. Plus അടുത്ത എന്ത് വരും ഇവിടെ? 2 into 5 into 2 എന്ത് വരും? 20xy 20xy. Very good. Plus 4y square. 4y square. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, yeah. So the answer is 25x square plus 20xy plus 4y square. Very good, very good. Okay. Okay, ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? എക്സ്പാൻഷൻ ക്ലിയർ അല്ലേടാ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇല്ല, എല്ലാം സെറ്റ് ആണ്. Okay, yes. Then I'll give you some more questions. Okay, yeah. Here you have 3 questions. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഡൺ കമന്റ് ചെയ്യണേ. First one. 7x plus 4y the whole square. 7x plus 4y the whole square. Okay. Using the identity. Identity is given in the above sentence. Okay. Yeah. ടീച്ചർ Okay. പറഞ്ഞോളൂ. ടീച്ചർ ആ നേരത്തെ തന്ന എക്സസൈസിന്റെ ഒന്നും കൂടി കാണിച്ചല്ലോ. ഇത് മോനെ ഇതാണോ? Okay. നേരത്തെ നമുക്ക് തന്നതിന്റെ അത് ഇത് തന്നെയാണ് മോനെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ. അതെ. എഴുതിയോ ആരുഷ്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തിട്ടൊന്ന് ഡണ്ണ് കമന്റ് ചെയ്യാം കേട്ടോ. ഡണ്ണെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ പ്രണവ്. ഓക്കെ ദിവ്ജോത്. ഓക്കെ ഹിബ. ഓക്കെ യെസ്. ദിയ മൈക്ക് ഓൺ ചെയ്തോളൂ. ദിയ. ദിയ ഇപ്പൊ മൈക്ക് ശരിയായോ? ഓക്കെ. ആരുഷ് ദാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാമോ? It's in the form of a plus b the whole square, right? Okay. 7x the whole square. ആദ്യമേ മറ്റേ ഐഡന്റിറ്റി ഒന്ന് എഴുതണം കേട്ടോ. വിച്ച് ഈസ് ലൈക്ക് a square plus 2ab plus b square അല്ലേ? ഓക്കെ. യാ. അപ്പൊ എങ്ങനെ വരും? 7x the whole square. 4y the whole square. 4y the whole square. Plus 2 into 7x into 4y. Very good. Okay. So 7x the whole square എത്ര വരും മോനെ? 7x the whole square. 7 square എത്രയാ? 49. അപ്പൊ 49. എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോ 49x square അല്ലേ? പ്ലസ് 4y the whole square എത്ര വരും? 16y square. ഓക്കെ വെരി ഗുഡ്. ഇനി ഈ ഇവര് ഇതില് നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 7 into 4 അല്ലെങ്കിൽ 7 into 4 എത്രയാ? 7 into 4 36. അല്ല, 7 into 4 28 അല്ലേ? 28 into 2 എത്ര വരും അപ്പം? 28 into 2. 20 into 2 എത്ര? 20 into 40.
40. 8 into 2 എത്ര? 8 into 16. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. മനസ്സിലായോ? അതായത് 28 into 2 എടുക്കാൻ പാടാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ആദ്യമേ? 20 into 2 ആലോചിക്കുക. 40 അല്ലെ? പ്ലസ് 8 into 2 ആലോചിക്കുക. 16. ഇപ്പൊ എത്ര വരും ആൻസർ? 56. 56. മനസ്സിലായോ? അതായത് ഒറ്റയടിക്ക് നമുക്ക് into 2ഉം into 3ഉം ചെയ്യാൻ പാടാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ Okay. ഓക്കെ അപ്പൊ എത്ര വരും? 56 പിന്നെ എക്സും വൈയും കൂടെ കൊടുക്കാം. 56xy. ഓക്കെ മനസ്സിലായില്ലേ? 49x² plus 16y² plus 56xy. That is the answer. Clear അല്ലേ? Clear അല്ലേ? ഓക്കെ ഓക്കെ യെസ് ഓക്കെ ഓക്കെ മക്കളെ. അപ്പോ നമുക്ക് ഹർഷിത പറഞ്ഞോടാ. ഹർഷിത പറഞ്ഞോളൂ. മാമിന്റെ ഡൗട്ട് എന്താ വെച്ചാ മാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പം നമുക്ക് ആ സ്ക്വയറിന്റെ വാല്യൂസ് ഉള്ളത് അവിടെ തന്നെ ഇടണോ? അതായത് അതെന്താണെന്നറിയോ? അത് അങ്ങനല്ലടാ. അതായത് നമ്മൾ 7xന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ ഇൻറ്റു x². അതാണ് സംഭവം. ഓക്കെ അപ്പൊ 7 സ്ക്വയർ ദാറ്റ് ഈസ് 49 ആൻഡ് x² നമുക്ക് അറിയില്ലല്ലോ. സോ അത് x² തന്നെ കൊടുക്കുന്നു. അല്ലേ? ഓക്കെ മാം. ഓക്കെ യെസ് ഓക്കെ അപ്പൊ അത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിലേ മാം ദിയ ആണ്. എന്തോ പറഞ്ഞോളൂ. ഓക്കെ ദിയ. യെസ് ഇപ്പോഴാണ് മൈക്ക് ശരിയായത്. അല്ല ടീച്ചർ, മൈക്ക് ഈസ് നോട്ട് വർക്കിംഗ്. ഓക്കെ ഇസ് ദാറ്റ് ഓക്കെ നൗ? ഇപ്പൊ ഓക്കെ ആയോ? ടീച്ചർ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല, അതൊന്നും കൂടെ പറഞ്ഞു തരാമോ? ഓക്കെ ടീച്ചർ ആദ്യം ഇട്ട ക്വസ്റ്റ്യൻ അല്ല ദിയ, അരിഷിന്റെ ഫോണിൽ പറയുന്നു. ഓക്കെ ഓക്കെ യെസ് ഓക്കെ മുമ്പത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് 7x plus 4y the whole square എന്നാണ്. ഓക്കെ അപ്പോ ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമില കിടക്കുന്നത്? a plus b the whole square അല്ലേ? ഓക്കെ അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് പറയാമോ? a plus b the whole squareന്റെ എക്സ്പാൻഷൻ എന്താണ്? 7x². അതല്ല a². a² plus 2ab plus b². സോ ഇവിടെ നമ്മുടെ എയുടെ സ്ഥാനത്ത് 7x ആണല്ലേ? അപ്പൊ അതെങ്ങനെ പറയും ഒന്ന് പറഞ്ഞേടാ. 7x² 7x the whole square plus 2 into 7x plus അല്ല into 4y. Okay then plus 4y². 4y the whole square. Okay so which is equal to 7x the whole square എന്ന് പറയുമ്പോൾ എന്ത് വരും? 49x² 49x² plus ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്പേഴ്സിനെ ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 7 into 4. 7 into 4 that is 28. 28 into 2 is 56. So it's 56xy plus what is 4y the whole square? 16y². Yeah, it's 16y². So that is the final answer. Clear ആണോ? One doubt. ചോദിച്ചോളൂ. ടീച്ചർ നമ്മള് 2ab എന്ന് എഴുതിയില്ലേ? എഴുതി. അപ്പൊ 2 into a into b അല്ലേ എഴുതേണ്ട? അതേടാ 2 into a into b ആണല്ലോ. 2 into ചെയ്തിട്ട് a വാല്യൂയും b വാല്യൂയും കൂടെ ഇൻറ്റു ചെയ്യണം അല്ലേ ടീച്ചർ? അതായത് എയുടെയും ബിയുടെയും വാല്യൂ ഇൻറ്റു ചെയ്തിട്ട് 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെ ആലോചിച്ചാലും മതി. ഈ എയും ബിയും ഇല്ലേ 7xഉം 4yഉം. അപ്പൊ അത് നമ്മൾ ഇൻറ്റു ചെയ്താൽ 28xy എന്ന് വരില്ലേ? അതിനെ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ ടീച്ചർ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ആർക്കെങ്കിലും? ഇല്ല? ഓക്കെ ആണ്. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസെപ്റ്റ് ഡേയിൽ എങ്ങനെയാണ് ഓരോ കൺസെപ്റ്റ് പഠിക്കുന്നത്? കൺസെപ്റ്റ് ഡേ ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ഡേയിലോട്ട് പോയാലോ? ഓക്കെ യാ സോ we are moving to the workout day session. I'm welcoming all of you to the day 1 workout session of the chapter algebraic expression. Okay, algebraic identities. Yeah. So ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പാൻഷൻ കാണാൻ പറ്റും.
So I'll give you the question now. Okay. So ഇതിൽ തന്നെ second question ചെയ്തേടാ. Second question എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. Second question, which is 7/5 x plus 3/2 y the whole square. Okay. എല്ലാം കഴിഞ്ഞു. Okay. Okay, Divjit. Okay. Yes. അപ്പോ ഇതിന്റെ ഒന്ന് ആൻസർ കണ്ടുപിടിച്ച മക്കളെ സെക്കൻഡ് വണ്ണിന്റെ. ഓക്കെ. സോ വർക്ക്ഔട്ട് ഡേ സെഷനിൽ നമ്മൾ പുതിയ കൺസെപ്റ്റ് ഒന്നും പഠിക്കില്ല. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. സോ എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ ഇതിന്റെ. കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? കിട്ടിയവര് രണ്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ ചാറ്റ് ബോക്സിൽ. ഓക്കെ ദിവ്ജോത്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. കിട്ടിയവരെല്ലാവരും രണ്ട് കമന്റ് ചെയ്യണേ. ഓക്കെ. ഓക്കെ. സോ ദിവ്ജോത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ മോനെ, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ദിസ് ക്വസ്റ്റ്യൻ? 7/5 x is a square. Then This is the 3 by a value അല്ലെ? ഇത് a ആണ് and this is b. Okay. Yeah. 7/5 x whole raised to whole square plus 3/5 3/2 y whole square plus 2 into 7/5 x plus 3/2 y. Into 3/2 y. Y. Okay. Yes. Which is equal to എത്ര വരും? മാം ഞാൻ ആകെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ. ടൈപ്പ് ചെയ്യാം. 7/5 സ്ക്വയർ എന്താ മോനെ? 7 സ്ക്വയർ എത്രയാ? 49. ഓക്കെ. 49/5 സ്ക്വയർ എത്ര വരും? 25. 25. ആൻഡ് എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോ എക്സ് സ്ക്വയർ അല്ലെ? ഓക്കെ. പ്ലസ് അടുത്തതിന്റെ ഒന്ന് പറയാമോ? 9/4.
9 by 4 y Y square. square. Okay. Plus 4 2 into നമുക്ക് ആദ്യമേ Two. നമ്പേഴ്സ് മാത്രം ഒന്ന് ചെയ്യാം. 2 into 7 by 5 into 3 by 2. ഓക്കെ, കട്ട് ചെയ്യാവുന്നത് കട്ട് ചെയ്യാം. ഇവിടെയും 2 ക്യാൻസൽ ആയി. സോ അല്ലെ, ഇവിടെ നമുക്കൊരു എക്സും വൈയും ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 49 by x square 25 by by 25 25 plus 9 by 4 y square plus 7 into 3 വരും അല്ലെ. 7 into 3 എത്രയാണ്? 21 by 5. 5xy. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഈ ഉണ്ടല്ലോ, ഈ 2ab കണ്ടുപിടിക്കുന്ന സമയങ്ങളിൽ ഇപ്പൊ ചെയ്ത പോലെ നമ്പേഴ്സ് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ടേ വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? മാം അപ്പോ നമ്മൾ ഈ എക്സ്പാൻഡ് ദ ഫോളോയിങ് പറയുമ്പോ ഇങ്ങനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ മാത്രം ചെയ്താൽ മതിയോ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും മോനെ ഓൾവേസ് ബെറ്റർ. അതിന്റെ കംപ്ലീറ്റ് ഫോമിലേ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓൾവേസ് ബെറ്റർ. അത് ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, Okay. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യണേ. ഇപ്പോ എല്ലാവരും എനിക്ക് മറ്റേ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെയും a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെയും ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പറയണം. അതിന്റെ എന്താണ് ലൈക്ക് എക്സ്പാൻഷൻ. ഓക്കെ, ഒന്ന് പറയണം. ഞാൻ പേര് വിളിക്കാം. അയിൻ ഒന്ന് പറഞ്ഞേടാ. ഫസ്റ്റ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ, നെക്സ്റ്റ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ. പറഞ്ഞോളൂ. അയിൻ പറയാമോ? അയിൻ പറയാമോടാ? അയിൻ ഓക്കെ. ദിവ്ജോത് ഒന്ന് പറയാമോ? ദിവ്ജോത്. Yes, ma'am. A plus b square, a plus b whole square equal to a square plus 2ab plus b square. Okay, a minus b the whole square. Whole square, a square minus 2ab plus b square. Okay, and Arush പറയാമോ? Yes, ma'am. a plus b the whole square name, a minus b the whole square name expanded form ഒന്ന് പറയാമോ? A square plus b square plus 2ab, a plus b the whole square, a minus b the whole square, a plus a square plus b square minus 2ab. Okay, very good. മോനെ മോന്റെ സിസ്റ്റർ ആണോ ദിയ? Cousin ആണ്. Okay, okay, yes. Okay, next പ്രണവ് പറയാമോ? Yes, ma'am. പറഞ്ഞോളൂ. A plus b whole square equal to a square plus 2ab plus b square. A minus b whole square equal to a square minus 2ab plus b square. Okay, very good. ഹിബ പറയാമോ? A square plus 2ab plus b square. And a minus b whole square is equal to a square minus 2ab. Okay, yes. അർഷിത പറയാമോ? Yes, ma'am. A square plus 2ab plus b square. Okay, അതിന്റെ മറ്റേ സൈഡിലൂടെ പറഞ്ഞിടാ. a plus b the whole square equal to Ma'am, a plus b the whole square equal to a square plus 2ab plus b square. ഓക്കെ, മറ്റേതോട് പറഞ്ഞിടാ. മൈനസിന്റെയും കൂടെ a minus b the whole square equal to Ma'am, a minus b whole square equal to a square plus b square minus 2ab. വെരി ഗുഡ്. ഓക്കെ, ദിയ പറയാമോ? Teacher, once more. ഐഡന്റിറ്റീസ് രണ്ടും നമ്മൾ പഠിച്ച രണ്ട് ഐഡന്റിറ്റീസ് ഒന്ന് പറയാമോ? A plus b the whole square is equal to a square plus 2ab plus b square. ഓക്കെ, Second one is a minus b square is equal to a square plus minus 2ab plus b squares. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐൻ പറയാമോ? ഐൻ A plus പറയാമോ? b whole square is equal to a square plus b square plus 2ab. ഓക്കെ, A minus b whole square is equal to
a square minus b square minus 2ab. സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഓക്കെ യെസ് ഓക്കെ ഡാ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ഡേ ക്ലാസ്സിൽ ഇതേപോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുക. നമ്മൾ നോർമൽ ക്ലാസ്സിലായിരിക്കും എന്ത് ചെയ്യുക, ലൈക്ക് കൺസെപ്റ്റ് പഠിക്കുക. ഓക്കെ, അപ്പോൾ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആ പറഞ്ഞോ ദിയ, പറഞ്ഞോടാ. മാം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ല, അത് നമ്മള് ഏതാണ്? 7/5x². അതും ഓക്കെ, ഇതിൽ എവിടെയാടാ കൺഫ്യൂഷൻ? ഇതാണ് അതിന്റെ ആൻസർ. ആൻസർ ഓക്കെ മാം, പക്ഷെ സ്റ്റെപ്പ് ഐ ഡോണ്ട് ക്ലിയർ. ഇല്ല, ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ 7/5 സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, 7/5 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 49/25 അല്ലേ? 7ന്റേത് 49, 5ന്റേത് 25. ഓക്കെ, അതേപോലെ 3/2 യുടെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ 9/4 ആണ്. ഓക്കെ ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2ab കണ്ടുപിടിക്കണം. 2ab എന്ന് പറയുമ്പോൾ എന്താ? 2 × 7/5x × 3/2y അല്ലെ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 7/5 × 3/2 നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ എക്സും വൈയും കൊടുത്തു. അപ്പോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 2 ക്യാൻസൽ ആവും. അപ്പോൾ 21/5xy എന്ന് വരും. അങ്ങനെയാണ് ഈ ടേം വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ടീച്ചർ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമേ. ഓക്കെ ഡാ, സോ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്, സീ യു. ഓക്കെ ടീച്ചർ. ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ.